This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 49 എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ പാപം, പാപത്താലുണ്ടായ നിത്യമായ മരണം, ദൈവജീവൻ്റെ നഷ്ടം, തുടർന്ന് പാപങ്ങൾ മോചിച്ച് ദൈവജീവനിലേക്ക് മടങ്ങി വരുവാനുള്ള മനുഷ്യൻ്റെ വിഫലമായ പരിശ്രമങ്ങൾ, ഈ അധ്വാനത്തിലൂടെ ഒന്നും ഒരു മനുഷ്യനും തൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ദൈവത്തിൻ്റെ വിധിന്യായങ്ങൾ നാം വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. റോമാലേഖനം 3 അധ്യായം 21 വാക്യം തുടങ്ങി ദൈവം തൻ്റെ മഹാകരുണയാലും കൃപയാലും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് യേശുവിൻ്റെ ക്രൂശിലെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവരെ നിത്യമായി മരണത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന സുവിശേഷവും നാം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് അവനെ നീതീകരിച്ച് നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. ഈ സമ്പൂർണമായ സുവിശേഷം റോമാലേഖനം 10 അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതിമാനായി തീർന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ ആ പാപത്തെ എങ്ങനെ പരിഹരിക്കണമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതിയുടെ ബോധം അവൻ്റെ അകത്ത് വളർന്ന് നീതിയുടെ കവചമായി തീർന്ന് അവൻ്റെ മനസ്സാക്ഷിയെയും ഹൃദയത്തെയും പാപത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കുകയാണ്. എന്നാൽ യേശുവിനെ അറിഞ്ഞെങ്കിലും ദൈവനീതിയുടെ ബോധം വളർന്ന് നീതിയുടെ കവചമായിട്ടില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പാപം വെളിപ്പെട്ടാൽ ആ പാപം അവൻ്റെ മനസ്സാക്ഷിയെ മലിനമാക്കി അവനെ കുറ്റം വിധിച്ച് കുറ്റബോധത്തിലാക്കി ദൈവകൃപയിൽ നിന്നും അവനെ നിത്യമായി വീഴ്ത്തിക്കളയുകയാണ്. എന്നാൽ യേശുവിനെ അറിഞ്ഞെങ്കിലും ദൈവനീതിബോധം അവൻ്റെ അകത്ത് വളർന്ന് നീതിയുടെ കവചമാകാത്തതുകൊണ്ട് പാപം അവനിൽ വെളിപ്പെടുമ്പോൾ പാപം അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് മനസ്സാക്ഷിയെ മലിനമാക്കി അവനെ കുറ്റം വിധിച്ച് കുറ്റബോധത്തിലാക്കി ദൈവകൃപയിൽ നിന്നും വീഴ്ത്തിക്കളയുകയാണ്. ദൈവനീതി പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് പാപം വന്നാൽ ആ പാപത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ വേണ്ടി പോവുകയാണ്. എബ്രായ ലേഖനം 4 അധ്യായത്തിൽ നിന്നും അതിൻ്റെ 16 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ദൈവകൃപാസനത്തിന് അടുത്തു ചെല്ലണമെന്നാണ്. ഈ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നാം വ്യക്തമായി ഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട്. എബ്രായ ലേഖനം വേദപുസ്തകത്തിലെ മറ്റ് 65 പുസ്തകങ്ങളുടെ ദൈവിക സന്ദേശങ്ങളുടെ സംഗ്രഹമാണ്. മുഴുവൻ വേദപുസ്തകത്തിലൂടെയും ദൈവം അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശം ഈ ഒറ്റ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഈ ലോകത്തിലെ തൻ്റെ ജനത്തോട് ദൈവം അരുളി ചെയ്തിരിക്കുന്ന അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങൾ നിത്യരാജ്യത്തെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചുമുള്ള സന്ദേശങ്ങളാണ്. എബ്രായലേഖനം 1-ാം അധ്യായത്തിലൂടെയും 2-ാം അധ്യായത്തിലൂടെയും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചുമുള്ള ദൈവിക സന്ദേശം വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ ശത്രുവായ പിശാചനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായ നമ്മയൊക്കെ വിടുവിച്ചു. അർത്ഥം, നിത്യമരണത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചു, നമ്മുടെ പാപങ്ങളെ മോചിച്ചു. നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് നമുക്ക് നിത്യരക്ഷ തന്നു, നിത്യജീവൻ തന്നു, അഥവാ നിത്യ തേജസ് തന്നിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ 1-ാമത്തെ സന്ദേശം. മാത്രമല്ല, യേശുക്രിസ്തു പിശാചിൻ്റെ അധികാരത്തെ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതാണ് 2-ാമത്തെ സന്ദേശം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെയും നിത്യരക്ഷയുടെയും സുവിശേഷം കേട്ട് യേശുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ദൈവകൃപയിൽ നിന്നും വീഴ്ത്തിക്കളയുവാനായി പിശാച് എല്ലായ്പ്പോഴും അവരെ പരീക്ഷിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. യേശുവിൻ്റെ സുവിശേഷത്തിലൂടെ നിത്യരക്ഷയിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിക്കുമെതിരെ ശക്തമായ പരീക്ഷകളും പ്രലോഭനങ്ങളും ഈ ഭൂമിയിലുണ്ട്. അവർ പരീക്ഷിക്കപ്പെടുമ്പോൾ പരീക്ഷ സഹിച്ച യേശുക്രിസ്തു, കഷ്ടം അനുഭവിച്ച യേശുക്രിസ്തു അവരെ സഹായിപ്പാനായിട്ട് അവരുടെ കൂടെ ഉണ്ടെന്ന് ഈ വചനം വ്യക്തമായി പറയുകയാണ്. ഇനി എന്താണ് ഈ പരീക്ഷയെന്ന് തുടർന്നുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ദൈവം ഇസ്രായേൽ ജനത്തിനെ മിസ്രൈമിൽ നിന്നും വിടുവിച്ച് വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ 40 വർഷങ്ങൾ മരുഭൂമിയിൽ അവർ ദൈവത്തിൻ്റെ തേജസ് കണ്ടു, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, ദൈവിക വീര്യപ്രവർത്തികൾ കണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നതിൽ അവർ പൂർണ്ണമായി പരാജയപ്പെട്ടു പോയി. 3-ാം അധ്യായത്തിൽ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഇസ്രായേൽ മക്കൾക്കുണ്ടായ വീഴ്ച എന്താണെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം അവർക്കുണ്ടായിരുന്നു. ദൈവം അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ് പ്രകടമായ രീതിയിൽ, ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ രീതിയിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവർ കണ്ണുകൊണ്ട് നോക്കി അനുഭവിച്ചറിഞ്ഞെങ്കിലും ആ ദൈവത്തെ അവർ തിരസ്കരിച്ചു. അവരുടെ ഹൃദയത്തിൽ അവിശ്വാസമുണ്ടായി. ഇതാണ് അവരനുഭവിച്ച 1-ാമത്തെ പരീക്ഷ. 2-ാമത്തെ പരീക്ഷ അതിൻ്റെ 18-ാം വാക്യത്തിൽ, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. 2-ാമത്തെ വിഷയം, ദൈവം അവരോട് വാഗ്ദത്തങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് കനാൻ ദേശം അവരുടെ സന്തതികൾക്ക് ശാശ്വത അവകാശമായി കൊടുക്കും. ദൈവം അവർക്ക് സ്വസ്ഥത കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തെങ്കിലും ആ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ അവർക്ക് അവിശ്വാസമുണ്ടായി. ദൈവത്തിലും ദൈവിക വാഗ്ദത്തങ്ങളിലും ജനം അവിശ്വസിച്ചു. അവിശ്വാസമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാപമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇത്ര മഹോന്നതനായ ദൈവം അവരുടെ മുമ്പാകെ വെളിപ്പെട്ടു വന്നിട്ടും അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു, ദൈവത്തെ അവർ വിശ്വസിച്ചില്ല. രണ്ടാമതായി, ദൈവം അവരോട് പറഞ്ഞ ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങൾ അവർ വിശ്വസിച്ചില്ല. അവർ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ കടപ്പാൻ കഴിയാതെ പോയി. ഈ രണ്ട് പരീക്ഷകൾ ഇസ്രായേൽ മക്കൾക്കുണ്ടായി. അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും വീണുപോയി. അവർക്ക് വാഗ്ദത്ത ദേശം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ദൈവം ഇന്നത്തെ സഭയെ വിളിച്ചിരിക്കുന്നത്, എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്, നിത്യമായ രാജ്യവും അവൻ്റെ നിത്യമായ തേജസ്സും പ്രാപിച്ച് നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. 4-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. വാക്യം 2-ൽ, അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ഇസ്രായേൽ ജനത്തിന് കൊടുത്ത സദ്വർത്തമാനം കനാൻ ദേശമായിരുന്നെങ്കിൽ നമുക്കുള്ള സദ്വർത്തമാനം നിത്യരാജ്യത്തിൻ്റെയും നിത്യരക്ഷയുടെയും അഥവാ നിത്യ തേജസ്സിൻ്റെയും സദ്വർത്തമാനമാണ്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ വചനം കേട്ടെങ്കിലും ആ കേട്ട വ്യക്തികളിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് ആ വചനങ്ങൾ അവർക്ക് ഉപകാരപ്രദമായി തീർന്നില്ല. 3-ാം വാക്യം പറയുന്നു, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. 2 തരത്തിലുള്ള സ്വസ്ഥതയെക്കുറിച്ച്, വിശ്രമത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. യേശുവിനെ സ്വീകരിച്ച് ദൈവനീതി പ്രാപിച്ച് നീതിയുടെ ബോധത്തിൽ, നീതിയുടെ കവചത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും നീതിയുടെ ഫലമായ ശാശ്വത വിശ്രാമവും നിർഭയതയും ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. യെശയ്യാ പ്രവചനം 32-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനമെന്ന് പറയുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ലഭ്യമായ സമാധാന ബന്ധമാണ്. എന്നാൽ നാം നീതി പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ അകത്തു വരുന്ന ഫലമാണ് ശാശ്വത വിശ്രാമം, നിർഭയത. എന്താ ശാശ്വത വിശ്രമം എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിൽ പോയാൽ ശാശ്വതമായ വിശ്രമം ലഭിക്കുമെന്നാണ് നമ്മുടെ ഒക്കെ വിശ്വാസം. എന്നാൽ സ്വർഗത്തിൽ ലഭിക്കുന്ന ആ ശാശ്വതമായ വിശ്രമം ഈ ഭൂമിയിൽ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. 2 നിർഭയതയാണ്. ഭയമില്ലാത്തൊരവസ്ഥയിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയും. അതെങ്ങനെയാണ്? ദൈവ നീതിയുടെ ബോധം നീതിയുടെ കവചമായി കഴിയുമ്പോൾ നമ്മുടെ അകത്ത് സ്വസ്ഥത വരികയാണ്. പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് നിറഞ്ഞ് ജീവനും സമാധാനവും സന്തോഷവും ആശ്വാസവും തന്ന് നിത്യമായ സ്വസ്ഥത നമ്മുടെ അകത്ത് അവൻ നൽകുകയാണ്. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. യേശുവിലൂടെ നിത്യനീതി പ്രാപിച്ച നിങ്ങളുടെ ഹൃദയത്തിൽ നിശ്ചയമായും ഈ സ്വസ്ഥത ഉണ്ടായിരിക്കും. ആ സ്വസ്ഥത ഇല്ല എങ്കിൽ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ട ഉപദേശം പൂർണ്ണമല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവനീതി പ്രാപിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന 2-ാമത്തെ സ്വസ്ഥത യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ അവൻ്റെ മൺമയമായ ശരീരത്തെ പൊളിച്ചു കളഞ്ഞ് സ്വർഗീയമായ ഒരു ശരീരം അവന് കൊടുത്ത് ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണത, ദൈവത്തിൻ്റെ തേജസ് അവനിൽ നിറയ്ക്കുകയും
നിത്യരാജ്യത്തിലേക്ക് അവൻ പ്രവേശിച്ച് ദൈവത്തെ അനുഭവിച്ച് ദൈവമായുള്ള ബന്ധത്തിൽ നിത്യമായി അവൻ സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങും. 3-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ഏതൊരു വ്യക്തിയും ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ പിശാച് ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ച് വീഴ്ത്തിക്കളഞ്ഞതുപോലെ ദൈവജനത്തെയും വീഴ്ത്തിക്കളയുവാൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 11-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ഇസ്രായേൽ മക്കൾ വീണ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മോട് പറഞ്ഞിട്ട് പറയുകയാണ്, അതുപോലെ ആരും വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ഞാനും നിങ്ങളും ദൈവരാജ്യം കണ്ടിട്ടില്ല. ഞാനും നിങ്ങളും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അവൻ്റെ തേജസ് നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധ ആത്മാവ് ഈ വചനം നമുക്ക് തന്ന് നമ്മുടെ അകത്ത് അത് വിശ്വാസമായി മാറ്റിയിട്ടുണ്ട്. എന്നാൽ പിശാച് ഈ ലോകത്തിൻ്റെ നന്മകളെ കാണിച്ച്, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെ കാണിച്ച്, ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളെ കാണിച്ച് നിത്യരാജ്യത്തിൽ നിന്നും ദൈവ തേജസ്സിങ്കൽ നിന്നും നമ്മെ പുറകോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ നിരന്തരം പരീക്ഷിക്കും. നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം കൊണ്ടുവന്ന് ദൈവത്തെ തള്ളിക്കളയുവാൻ, നിത്യ തേജസ് തള്ളിക്കളയുവാൻ നിരന്തരം പരീക്ഷിക്കുമ്പോൾ നാം ധൈര്യത്തോടെ ദൈവകൃപാസനത്തിന് ഓടി അടുത്തു വരണം. വാക്യം പറഞ്ഞിരിക്കുന്നത്, തത്സമയത്ത് എപ്പോൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമോ, എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപം വരുമോ, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലേണ്ട ആവശ്യമുണ്ട്. കാരണം 14-ാം വാക്യത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിച്ചുകൊള്ളുക. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഇപ്പോൾ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ, പ്രലോഭനങ്ങളിൽ അകപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാൻ തുടങ്ങണം. നിത്യരക്ഷയുടെ, നിത്യരാജ്യത്തിൻ്റെ ആ വിശ്വാസത്തെ, നിത്യദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെ നാം ഏറ്റുപറയണം. കാരണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ ബലഹീനതകളിലും യേശുക്രിസ്തുവിന് നമ്മോട് സഹതാപമുണ്ട്. കാരണം അവൻ നമുക്ക് തുല്യമായ ഈ ജഡത്തിൽ ജീവിച്ച് നാം അനുഭവിക്കുന്ന എല്ലാ പരീക്ഷകളും അനുഭവിച്ച്, കഷ്ടമനുഭവിച്ച് പരീക്ഷകളെ ജയിച്ചതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പരീക്ഷകളിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ അവന് സഹതാപമുണ്ട്. അവൻ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും അവൻ പാപം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മെ സഹായിക്കുവാൻ യേശുക്രിസ്തു മഹാപുരോഹിതനായി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെന്ന് ദൈവകൃപ പ്രാപിച്ച്, ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ച് പരീക്ഷ ജയിക്കുവാനും, അല്ല ഇനി പാപത്തിൽ വീണുപോയാൽ ആ പാപമോചനം സ്വീകരിച്ച് ദൈവകൃപയിൽ നീതിബോധത്തിൽ തുടരുവാനുമായി പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ
വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ.